ആയിട്ടുണ്ട് മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, ഇന്നിപ്പോൾ മുണ്ടകൈ ഭാഗത്തുള്ള രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു. ഇനി ചൂരൽ മലയിലെ പ്രവർത്തനവും വെള്ളർമലയിലെ പ്രവർത്തനവുമാണ് ഇന്നിനി തുടരാനുള്ള സാധ്യതയുണ്ടോ? ആ രണ്ടു മേഖലയിലെയും രക്ഷാപ്രവർത്തനം എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം? അന്തരീക്ഷം എങ്ങനെയാണ്? ഇന്നിപ്പോൾ മിതമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെയും വയനാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അരുൺകുമാർ, മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു മേഖലയിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരും NDRFന്റെയും ഒക്കെ തന്നെ സംഘം മടങ്ങാനൊരുക്കുകയാണ്. അവരുടെ ഉപകരണങ്ങളൊക്കെ തന്നെ തിരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. അപ്പുറത്തെ മലയിൽ ഇപ്പോഴും കാണാമറയത്തുള്ള നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ വേണ്ടിയുള്ള തിരച്ചിൽ നടത്തണമെന്നുണ്ടെങ്കിലും കാലാവസ്ഥയും ഇവിടെ നിലവിലെ സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിൽ രക്ഷാപ്രവർത്തനം തുടരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്, സുരക്ഷാ ഭീഷണി കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഈ ഒരു സംഘം വരുന്നത്. ഇപ്പോൾ ഈ ഒരു പുഴയ്ക്ക് കുറുകായി കെട്ടിയിട്ടുള്ള കയറുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ അഴിച്ചു മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള ലൈറ്റും മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെ അണയ്ക്കാനുള്ള നീക്കമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം നാളെ പുലർച്ചയോടുകൂടി തന്നെ ഈ ഒരു മുണ്ടക്കയം ചൂരൽമല ഭാഗത്തൊക്കെ തന്നെ പുനരാരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കാൻ ഒരു ഭാഗത്തെ മന്ത്രിമാരും ജനപ്രതിനിധികളും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. എങ്കിലും അപ്രതീക്ഷിതമായി എത്തുന്ന മഴ വീണ്ടും ഈ ഒരു മേഖലയിൽ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ മഴയും ശക്തമായ കാറ്റൊക്കെ തന്നെ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അപകട ഭീഷണി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, അത്രത്തോളം ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണിത്. കവളപ്പാറയും പുത്തുമലയും ഒക്കെ തന്നെ വലിയ നിരാശ നമുക്കുണ്ടാക്കിയ ആ നിരാശയൊക്കെ തന്നെ മാറുന്നുണ്ട്. മറ്റൊരു ദുരന്തം കൂടി, ഈ ഒരു പശ്ചിമഘട്ട മലനിരയുടെ ഒരു ഭാഗം പൂർണ്ണമായും ജീവിതത്തിൽ ഒലിച്ചിറങ്ങി ഒരു വടക്കൻ കേരളത്തിന്റെ ഒരു ഭാഗം വിരുകിയ സാഹചര്യം. നിരവധി ആളുകൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളെയും അയൽവാസികളെയും സുഹൃത്തുക്കളെയും തന്നെ പല മേഖലകളിലായി അകപ്പെട്ട് കിടക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഒരു മേഖലയിലുണ്ട് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനത്തിനായി പല മേഖലകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും നമുക്കൊരു വിവരം കൂടി നമുക്കൊന്ന് പ്രേക്ഷകരോട് കൊടുക്കാവുന്നതാണ്. നാളെയും മഴ കനക്കും എന്നുള്ളൊരു വിവരം കൂടി എത്തുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂർ, വയനാട്, പാലക്കാട് 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. തൃശ്ശൂർ, പാലക്കാട്, വയനാട്, എറണാകുളം, പാലക്കാട്, എറണാകുളം 4 ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി എത്തുന്നുണ്ട്. വയനാട്ടിൽ നാളെയും മഴയുണ്ടാവും എന്നൊരു വിവരമുണ്ട്. എന്തായാലും ശക്തമായ മഴയും കാറ്റുമുള്ള സാഹചര്യത്തിൽ എല്ലാവരും സൂക്ഷിക്കണം. ഇന്ന് പുലർച്ചെ മുതൽ രക്ഷാപ്രവർത്തനം നടത്തിയ മനുഷ്യരാണ്. ഈ മനുഷ്യരെ എങ്ങനെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതെന്നറിയില്ല. ധാരാളം മനുഷ്യരുടെ ജീവൻ ഉറ്റവരെയും ഉടയവരെയും തേടി നടന്ന മനുഷ്യർക്ക് ആശ്വാസമായി ഓടിയെത്തിയ മനുഷ്യർ ഒരു പകലിൻ്റെ വെളിച്ചത്തിൽ 12 മണിക്കൂർ കാത്തിരുന്നൊരു മലയിൽ നിന്ന് 150ഓളം മനുഷ്യരെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആർമി, നമ്മുടെ രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, ഒപ്പം പ്രാദേശികമായിട്ടുള്ള മനുഷ്യർ, ഇവരെല്ലാവരും ചേർന്നു നിന്നാണ് അസാധ്യമായത് സാധ്യമാക്കിയത്. ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ രക്ഷാപ്രവർത്തക സംഘത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നടുഭാഗത്ത് കുത്തിയൊലിച്ചൊഴുകുന്ന പുഴ ഒഴുകുന്നത് കാണാം. ഈ 2 കരകളിലുമായി മനുഷ്യർ ജീവന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച കാണാം.